ഹലോ ഫ്രണ്ട്സ്, ഫ്ലിപ്സ് ഓൺ സഫാരി എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം സഫാരി, നിങ്ങൾ എൻ്റെ സ്വന്തം സബ്സ്ക്രൈബേഴ്സ്. ബുൾബുൾ പക്ഷിയുടെ രണ്ടാമത്തെ പാർട്ടാണ് അപ്പോൾ ഇത്. ബുൾപക്ഷിയുടെ കുഞ്ഞ് ഇപ്പോൾ ഇത്ര ആയിട്ടുണ്ട്, വലുതായി നിൽക്കുന്നുണ്ട്. നിങ്ങൾക്ക് ക്യാമറയിൽ ശരിക്ക് തെളിഞ്ഞ് കാണാം. അതിൻ്റെ സേഫ്റ്റിക്ക് വേണ്ടി ഇപ്പോൾ ഒരു ബോർഡ് കൂടി എൻ്റെ മുകളിൽ അധികമായി വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ എൻ്റെ ഫാദറും മദറും ആ പനയിൽ തന്നെ നിന്ന് നോക്കുന്നുണ്ട്. സൂക്ഷിച്ച് നോക്കി കഴിഞ്ഞാൽ കാണാം അതിൻ്റെ ഫാദറിൻ്റെ അല്ലെങ്കിൽ മദറിൻ്റെ വായിലൊരു തീറ്റയായിട്ടാണത് വന്ന് നിൽക്കുന്നത്. ചെറിയ പുൽച്ചാടിയോ എന്തോ ആണ്. നമ്മളിവിടുന്ന് മാറുന്ന തക്കം നോക്കി ആ ബുൾബുൾ പക്ഷിയുടെ കുഞ്ഞിന് തീറ്റ കൊടുക്കാനുള്ള ശ്രമത്തിലാണത്. നോക്കാം, ആ പക്ഷിക്കുഞ്ഞിങ്ങനെ വായ തുറന്നുകൊണ്ടേയിരിക്കുന്നതായിട്ട് കാണാം. നമ്മളിവിടുന്ന് മാറുന്ന തള്ള വരും, അല്ലെങ്കിൽ അതിൻ്റെ തന്ത വരും, അതിന് തീറ്റ കൊടുക്കും. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ബുൾബുൾ പക്ഷിയായിട്ടുള്ളത്. ഇനി ഇതിൻ്റെ അടുത്ത പാർട്ടുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇപ്പോൾ ഒരു വെയിലുള്ള ടൈമാണ്. നമ്മുടെ പക്ഷി കുഞ്ഞിന് അതിൻ്റെ അമ്മക്കിളി കൂട്ടിരിക്കുന്നത് കാണാം. സൂം ചെയ്ത് കാണിച്ചു തരാം. ആ പക്ഷിക്കുഞ്ഞിൻ്റെ കൊക്കാണ് പുറത്തേക്ക് തള്ളിയിരിക്കുന്നത്. അതിന് വെയിൽ തട്ടാതിരിക്കാൻ വേണ്ടിയാണ് അതിൻ്റെ അമ്മക്കിളി. അപ്പോൾ നോക്കാം, ആ പക്ഷിക്കുഞ്ഞിനെ അതിൻ്റെ അകത്തേക്കാക്കിയിട്ട് അതിൻ്റെ മുകളിലേക്ക് അമ്മക്കിളി ഇരിക്കുന്ന ദൃശ്യം നമുക്കിപ്പോൾ ശരിക്കും കാണാം. ഇതാണ് തള്ളക്കിളിക്ക് മക്കളോടുള്ള സ്നേഹം. ഈ നല്ല മഴയാണെങ്കിലും നല്ല വെയിലാണെന്നുണ്ടെങ്കിലും ഈ കിളി അതിൻ്റെ കുഞ്ഞിനെ ഇതുപോലെ തണലേകും, അല്ലെങ്കിൽ വെയിലിൽ നിന്ന് രക്ഷ ചെയ്യും. ഇതിൻ്റെ അച്ചൻകിളി ആണ് വീട്ടിലുള്ള മുന്തിരി മരത്തിൽ വന്ന് മുന്തിരി കഴിക്കുന്ന ദൃശ്യമാണ് ഇപ്പോൾ കാണുന്നത്. ഗ്രേപ്സ് കഴിച്ചുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ നട്ടുച്ച ടൈമാണ്. അപ്പോൾ ഞാൻ നമ്മുടെ പക്ഷിക്കൂട്ടിൻ്റെ വിവരം അറിയാൻ വേണ്ടി കയറിയതാണ്. നേരെ തലക്ക് മുകളിലാണ് സൂര്യൻ നിൽക്കുന്നത്. ദുഹർ ബാങ്ക് വിളിക്കുന്നുണ്ട്. ആ സമയത്ത് പക്ഷിക്കുഞ്ഞിന് വെയിൽ വല്ലാതെ ഓവറാകുന്നുണ്ടോ എന്നാണ്ട് അറിയാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ കുട്ടി കുഴപ്പമില്ലാതെ അതിൽ കിടക്കുന്നുണ്ട്. മുകളിൽ നമ്മൾ വെച്ച തണലിന് വേണ്ടി വെച്ച ആ ബോക്സും നല്ല തണൽ അതിന് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ അമ്മക്കിളിയും അച്ചൻകിളിയും അവിടെ എവിടെയൊക്കെയോ നിന്ന് കരയുന്നുണ്ട്.